വീട്ടുകാരോട് ആരോടും എനിക്കിത് പറയാനാവില്ല. ഒരു പക്ഷേ നാളെ ഒരു ദിവസത്തിനപ്പുറം ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. വേറെ ആരോടും എനിക്കിത് പറയാനുമില്ല. വാടി ഇങ്ങോട്ട്. വിട്. പോയിക്കോ. ഇനി നിന്റെ ജീവിതം തെരുവിലാ. നിന്റേതെന്ന് നീ അഹങ്കരിച്ചതെല്ലാം ഞങ്ങളുടേതായി കഴിഞ്ഞു. അതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. ഇനി തെരുവിലാ നിന്റെ സ്ഥാനം. പോയിക്കോ. ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ തരും. മൂർത്തി വന്നേ. ഈ കാറും നെല്ലിശ്ശേരിയിലെ പണം കൊണ്ട് വാങ്ങിയതാ. നീ നടന്നു പോയാ മതി. കയ്യാങ്കളിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. സാറ് ബലം പ്രയോഗിക്കണ്ട. ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. ഓടി ഇങ്ങോട്ട്. മൂർത്തി ഇത് അർച്ചന നിനക്ക് നൽകുന്ന വിധിയാ. എന്നോടുള്ള പകയും വൈരാഗ്യം കൊണ്ട് മനസ്സിൽ പൊട്ടിയൊലിക്കുന്ന വ്രണവുമായിട്ട് നീ അലഞ്ഞു നടക്കും. ഒടുവിൽ ഒരു ഭിക്ഷക്കാരിയെ പോലെ എവിടെയെങ്കിലും തെരുവിൽ വീണും മരിക്കും. അർച്ചനയുടെ മുമ്പിൽ ജയിക്കാൻ നിനക്കിനി ജന്മത്ത് കഴിയില്ല. നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോ നിന്നോട് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ ഞാൻ തിരിച്ചു വരൂന്ന്. എന്നോടുള്ള പകയും വൈരാഗ്യം കൊണ്ട് മനസ്സിൽ പൊട്ടിയൊലിക്കുന്ന വ്രണവുമായിട്ട് നീ അലഞ്ഞു നടക്കും. ഒടുവിൽ ഒരു ഭിക്ഷക്കാരിയെ പോലെ എവിടെയെങ്കിലും തെരുവിൽ വീണും മരിക്കും. അർച്ചനയുടെ മുമ്പിൽ ജയിക്കാൻ നിനക്കിനി ജന്മത്ത് കഴിയില്ല. നാളെ രാവിലെ 11 മണിക്ക് ഹോട്ടൽ ലീല ഗേറ്റിന്റെ 22-ാം റൂമിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഇല്ല, അത് നടക്കില്ല. നീ വരും. ഇല്ലെങ്കിലേ എന്റെ ഫോണിലുള്ള മറ്റേ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നാട്ടുകാർ കാണും. വീട്ടുകാരോട് ആരോടും എനിക്കിത് പറയാനാവില്ല. ഒരു പക്ഷേ നാളെ ഒരു ദിവസത്തിനപ്പുറം ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. വേറെ ആരോടും എനിക്കിത് പറയാനുമില്ല. ശരി ചേച്ചി.
ഇതെന്താ എല്ലാം കൂടെ കുറെ വാങ്ങിയിട്ടുണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്കുള്ള പച്ചക്കറിയും സാധനങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചു. ഇത് ചിക്കൻ. ഇന്ന് ഏട്ടന്റെ വക സൺഡേ സ്പെഷ്യൽ കുക്കിംഗ് അല്ലേ? ഇന്ന് എന്ത് ചിക്കൻ കറി ഏട്ടൻ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ഉണ്ടാക്കുന്നേ. ചിക്കൻ സാന്റിയാഗോ. ചിക്കൻ സാന്റിയാഗയോ? അതെന്തുവാ? അതൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോ തിന്നു നോക്കിയിട്ട് പറഞ്ഞാ മതി. തൽക്കാലം അതെല്ലാം അടുക്കള കൊണ്ടുവയ്ക്കും. ചെല്. അമ്മേ, ആതിര എവിടെ? അവൾ ഓഫീസിൽ പോകാൻ റെഡിയാവുക. അതിനൊന്ന് ഞായറാഴ്ചയല്ലേ? ആ, ഇന്നെന്തോ അത്യാവശ്യമുണ്ട്, പോയേ പറ്റൂന്ന് പറഞ്ഞ് വിളിച്ച്. ഓ, അത് ശരി. ആ, ഞാനെന്നല്ലേ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ അവളുമാരുന്ന് കുളമാക്കും. അത് ശരിയാ, നീ അങ്ങോട്ട് ചെല്ല്. ആ. ഇനി നീ പോയി പോലീസിൽ പരാതിപ്പെട്ടാലും വീട്ടുകാരോട് പറഞ്ഞാലും നീയും കുടുംബവും തന്നെയാണ് നാണം കെടുക. അങ്ങനെ ഒരു നീക്കം നീ നടത്തുന്ന നിമിഷം തന്നെ ഞാനിത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. നാളെ രാവിലെ 11 മണിക്ക് ഹോട്ടൽ ലീല ഗേറ്റിന്റെ 22-ാം റൂമിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. മാനം വിട്ട് ഞാൻ ജീവിക്കില്ല. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ആ വൃത്തികെട്ട കനകാംബരൻ. രണ്ടിലൊന്ന് ഇന്ന് ബാക്കിയുണ്ടാവും. വേഗം തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കാം. സച്ചേട്ടൻ അടുക്കളയിൽ കയറിയ പിന്നെ സൂപ്പർ ഫാസ്റ്റ്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെക്കാം. ആ, നിക്ക്. അതെ, ഇനി എല്ലാം ഞാൻ നോക്കിക്കോളാം.